അമ്മൂമ്മനെ ജീവനാ കുഞ്ഞൂസേ. ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പൂപ്പനെയും അമ്മൂമ്മനെയും മാമയൊക്കെ പറ്റിച്ചിട്ടല്ലേ അമ്മ കുഞ്ഞൂസിൻ്റെ അച്ഛൻ്റെ കൂടെ ഇറങ്ങി വന്നത്. അതിൻ്റെ ദേഷ്യം എല്ലാവർക്കും. അമ്മ എന്തിനാ അങ്ങനെ ചെയ്തത്? അല്ലടി, നീ എന്തിനാ കുഞ്ഞിനെ കൊണ്ട് ലോട്ടറി വെക്കാൻ പോയത്? അതേട്ടാ, മൂപ്പര ആക്സിഡൻ്റ് ആയിട്ടിപ്പോൾ 1 മാസമായിട്ട് കിടപ്പില്ല. വേറെ വരുമാനമൊന്നുമില്ലല്ലോ. അതാ ഞാൻ ലോട്ടറി വെക്കാൻ പോയത്. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നടി? പഠിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും ഞാനടക്കം കാല് പിടിച്ച് പറഞ്ഞതല്ലേ പഠിച്ചൊരു ജോലി വാങ്ങിക്ക്, അതിനുശേഷം നീ പറയുന്ന ആരെ വേണമെങ്കിലും കല്യാണം കഴിച്ചു തരാന്ന്. നീ ഞങ്ങളുടെ വാക്കിനൊന്നും ഒരു വില തന്നില്ലല്ലോ. 2 വർഷം മാത്രം പരിചയമുള്ളവന് വേണ്ടി ജീവിതകാലം മുഴുവൻ സ്നേഹിച്ച് ഞങ്ങളെ കിട്ടിയിട്ടല്ലേ ഒരു ദിവസം നീ ഇറങ്ങിപ്പോയത്. അതിന് ദൈവം തന്ന ശിക്ഷയായിട്ട് നിനക്ക്. സോറി ഏട്ടാ, പറ്റിപ്പോയി. എല്ലാം ചെയ്തിട്ടൊരു സോറി പറഞ്ഞാൽ പോരെ? നീ പോയി അന്ന് തളർന്നു കിടക്കാൻ തുടങ്ങിയത് നമ്മുടെ അച്ഛൻ. എൻ്റെ സന്ധ്യ നിനക്ക് വേണ്ടി നമ്മുടെ കുടുംബം മുഴുവൻ നാണം കേട്ടതാ നാട്ടുകാരുടെ മുന്നിൽ. അതിനുശേഷം ഇത്രയും കാലമായിട്ട് അമ്മ പുറത്തിറങ്ങിയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഈ വീടിൻ്റെ പട്ടി ചവിട്ടില്ല വിചാരിച്ച. പക്ഷെ എന്തൊക്കെ ചെയ്താലും സ്വന്തം കൂടപ്പറപ്പ് ഇങ്ങനെ കിടന്ന് അനുഭവിക്കുമ്പോൾ അതൊരു ആങ്ങളിക്ക് സഹിക്കാൻ കഴിയില്ല. അമ്മേനെ ശാപിക്കുന്നുണ്ടാവില്ല ഏട്ടാ. ആങ്ങളെയായി എനിക്ക് എത്ര വിഷമമുണ്ടെങ്കിൽ നൊന്തു പ്രസവിച്ച അമ്മയ്ക്ക് എത്ര വേദന ഉണ്ടാവും. എന്നെപ്പറ്റി ആലോചിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല ആ പാവത്തിന്. ഈ അച്ഛനമ്മമാര് മക്കളെ ഒരിക്കലും ശാപിക്കില്ല കേട്ടോ, അതാദ്യം മനസ്സിലാക്കുക. ഇനി മേലാൽ എൻ്റെ മോനെയും കൊണ്ട് നീ ലോട്ടറി വിൽക്കാൻ പോയെന്ന് അറിഞ്ഞാണ്ടല്ലോ, എന്നാ ഇത് കുറച്ച് പൈസ ഉണ്ട്, വേണ്ട ഏട്ടാ. വാങ്ങിച്ചോ.